എവിടെയാടാ? വാഴയുടെ ചോട്ടില്. ഇന്നലെ കല്യാണത്തിന്റെ തലേദിവസം ജയന്റെ ഫിയർ ചെയ്യാൻ വന്നവനാ. ഉള്ള കൗട്ടൊക്കെ അടിച്ച് കിടപ്പുണ്ടോ? ജയ ഇത് കടപ്പേ കിടക്കണത് സാധനം അടിച്ചിട്ട് പട്ടായി കുറേ ചാക്ക അടിക്കണത്. വാഴ വരെ പൂസായില്ലോ. ഉള്ള ആവശ്യമില്ലാതെ വെള്ളവും മേടിച്ചു കൊടുത്ത്. വാർപ്പ് കണ്ടായിരുന്നു. അതല്ലെന്ന് കുഞ്ഞോളെ അപ്പുറത്തേക്ക് ഇല്ല കേട്ടോ. അപ്പൊ മിറ്റടിക്കാന്ന് കൂടും. മിറ്റടിച്ചല്ലേ വേറെ എന്തെങ്കിലും പണി അല്ലെങ്കിൽ ഇവിടെ പണി നടക്കിയായിരുന്നു. നോക്കോട്ടോ. മിറ്റടിക്കണ കാണാൻ പോകണ്ട. മര്യാദക്ക് വിടുന്നു പാത്രത്തിൽ. ഒരു സൈഡിൽ ഒരുത്തന്റെ ആക്രാന്തം, മറ്റേ സൈഡിൽ വിമാനം പേപ്പൂട്ട്. ഇനി എന്നൊക്കെ കാണേണ്ട വരുമല്ലോ ദൈവമായി. എന്നതാണാ കാണിച്ചു കൂട്ടിയത്? ചേട്ടാ ഞങ്ങളൊരു ന്യൂജൻ വൈബ് പിടിച്ചല്ലേ. ചെറുക്കന്റെ മുണ്ടഴിച്ചിട്ട് പോണുണ്ടോ ന്യൂജൻ വൈബ്? അവൻ അടിയിലിട്ടാണ് നമ്മള് രക്ഷപ്പെട്ടു. സാധാരണ മറക്കണ കാരണന്മാരെ നേര് കൊണ്ട് ഇട്ടിട്ടുണ്ടോ? എന്നാലും എല്ലാരും അറിയണേ. എനിക്കതല്ലേ നമ്മുടെ അജീഷ് അവൻ എന്നെ കാണിച്ചു നടക്കണം. ആ പെണ്ണിന്റെ പുറകെ നാം മാറിയിട്ടില്ല. എനിക്ക് തന്നെ ഏതാണ്ട് പോലെ തോന്നി. അത് ഞാനും ശ്രദ്ധിക്കണ്ടായിരുന്നു. ഈ കാരണന്മാരും പിള്ളേരും പിള്ളേരൊക്കെ ഉള്ള കുടുംബമല്ലേ ഇത്. അവനൊരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുണ്ടോ ആക്രാന്തം? കാര്യവും തല്ലുള്ളിയായിരുന്നെങ്കിലേ ഈ പെണ്ണ് കെട്ടിയതിന് ശേഷം അവൻ ശരിപ്പോ നന്നാവുമെന്ന് എനിക്ക് തോന്നണേ. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല അഭിപ്രായമാണ്. അതെ, അച്ചടക്കവും മര്യാദയുള്ള നല്ല പെൺകുട്ടിയാണ്. അതെ അതെ അതെ, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പെങ്കൊച്ച് നല്ല പെങ്കൊച്ചാ. പക്ഷെ വീട്ടുകാരത്ര പോരാ. നിന്റെ വർത്താനം കേട്ടാ ചെറുക്ക വീട്ടുകാരെയാണ് കെട്ടണെന്ന് തോന്നുമല്ലോ. അവൻ ആ പെണ്ണിനല്ലേ കല്യാണം കഴിക്കണേ. അതവിടെ വച്ചിട്ട് വേണം വന്നേ. പത്ത് പന്ത്രണ്ട് കസേര അവിടെ ഇട്ടിട്ടുണ്ട്. അതെ, എല്ലാവർക്കും ഇരിക്കാലോ. അവന്മാർ എന്നെ സാധനം മേടിച്ചിട്ടുണ്ട്. തല വെട്ടിപ്പൊളന്നിട്ട് പാടില്ല കേട്ടോ. എല്ലായിടത്തും കയറി മാറി മാറി അടിക്കുമ്പോ ആലോചിക്കാറുണ്ട്. ഇതിപ്പോ ഏത് ബ്രാൻഡാന്ന് ആർക്കറിയാം? എല്ലാം നമ്മുടെ കൂട്ടുകാരല്ലേ. എല്ലാവരും തയ്യാറിക്കാൻ പറ്റുമോ? ഒരു വല്ലാത്ത സാധനമായി പോയിടാ. സാധനങ്ങളൊക്കെ കൊടുത്താ എന്താ ചേട്ടാ? അത് നിങ്ങളാ വണ്ടി സാറിഞ്ഞില്ലേ? കൈ തിരിഞ്ഞല്ലേ? നമുക്ക് വൈകിട്ട് കുഴമ്പിട്ട് തരുമാ പരിപാടി കഴിഞ്ഞിട്ട്. ചേട്ടാ കസേര മേശയൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടില്ല. അതിനവരാ കവർ കൂട്ടിക്കിട്ടേ. ഓരടിക്കാൻ പറ്റില്ല. രക്ഷയുണ്ടോ? ആ ചെറുക്കന്മാരെ സാധനം എടുത്തിട്ട് വന്നിട്ടില്ല. അങ്ങനെ വരുമോ? വന്നിട്ടുണ്ട്. പോയി കയറ്റി. സദ്യ അത്ര പോരാട്ടോ. കണ്ടിട്ട് തോന്നല്ലോ. പെൺകുട്ടി സൂപ്പറാണ് എന്തായാലും. അവനെന്താന്ന് നമുക്കറിയാലോ. ആ പെൺകുട്ടി എനിക്ക് വിഷമം. നിങ്ങളൊരു കാര്യം ചോദിച്ചാലോ, ആ പെണ്ണിന്റെ വീട്ടുകാർ മുഴുവൻ വെള്ളാടിയിട്ട് മക്കൾ. കാര്യമൊക്കെ ആണെങ്കിലേ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ കുടുംബം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടക്കം ഒതുക്കോളൊരു പെണ്ണാട്ടോ. അതല്ല, ഈ പെടപ്പന്റെ കയ്യിലേക്കല്ലേ ഈ പെണ്ണ കിട്ടുന്നത്. അവ ഇത് എന്താക്കൂന്ന് എനിക്കറിയാൻ പാടില്ല. ടോയ്ലറ്റിൽ പോയത്? എന്നെ വിളിച്ചില്ല. ടോയ്ലറ്റിലേക്കോ? ഒരു യുഗം കഴിഞ്ഞല്ലേ തന്നെ. ഇത് നമ്മൾ കൊണ്ടുവന്ന ചാക്കൊക്കെ തീർന്നൂടി. ചാക്ക് തീർന്നല്ലോ. തേങ്ങ കൂടെ ഇട്ടപ്പോഴേ ചാക്ക് തീർന്നില്ല. അല്ല, എന്റെ ബാഗിൽ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്. പിന്നെ അതെടുത്ത് തരട്ടെ. ഞാൻ വേറെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചതാ. തൽക്കാലം നമുക്ക് ഈ കൊല കയറ്റാൻ നോക്ക്. ആ അമ്മിക്കല്ലെങ്കിലും അവിടെ വെച്ചേക്കണേ. നാളെ ഇച്ചിരി ചമ്മന്തി എന്തെങ്കിലും അരയ്ക്കണം. കുഞ്ഞേച്ചിട്ട് ഒരു കാര്യം. ഒരു കൂട്ടുണ്ടേ. കണ്ണടച്ചിരുന്നു.
കൈ നീട്ടിക്ക്. പിന്നെ നമ്മൾ കെട്ടുകഴിഞ്ഞ് കയറി വന്നപ്പോഴേ എൻ്റെ വാവളിമാർ കൂട്ടുകാരന്മാർ നോക്കണേ കണ്ടായിരുന്നു. ഇനി നമ്മൾ രണ്ടുപേരും പുറത്തു പോകുമ്പോണ്ടല്ലോ പിന്നെ ഒത്തിരി സേഫായിട്ട് പോയാൽ മതി. സാരി കൊടുക്കുമ്പോൾ ഭാര്യയുടെ സുരക്ഷയാണ് ഭർത്താവിന് വലുത്, പ്രത്യേകിച്ച് എനിക്ക്. മനസ്സിലായോ? ഇതിനകത്ത് ഇവിടെ വച്ചാലേ ഇപ്പൊ വരാവേ. അയ്യോ എവിടെ പോ, എവിടെ പോന്നു? വെള്ളം കുടിച്ചിട്ട് വരാം. എങ്ങോട്ടോ പോവാ? കുറച്ച് വെള്ളം കുടിക്കും. വെള്ളം ഞാനെടുത്ത് തരാം. വേണ്ട വേണ്ട, അവളെടുത്ത് തരും. അതെ, ഇന്ന കയ്യ കാര്യം വെച്ചിക്കണ്ട കേട്ടോ. ഇന്ന് എല്ലാ കാര്യവും ഞങ്ങൾ ഈ 2 നാത്തൂന്മാരും ചെയ്തു തരും. എന്നാ വേണമെന്ന് വെച്ച് പറഞ്ഞാൽ മതി, അത് ഈ കയ്യിൽ കൊണ്ടുതരും. പക്ഷെ നാളെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ എല്ലാം വെച്ച് വിളമ്പ് ഞങ്ങൾക്ക് 2 പേർക്ക് ഇങ്ങനെ തന്നേക്കണം കേട്ടോ. കുടി കുടി. രാവിലെ പോലെ എന്നാ നിൽക്കുമായിരുന്നു. ചെറിയ ചെറിയോ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. ഗ്ലാസ് മതിയായിരുന്നോ? മതി മതി. എന്താ ശരി. ചേച്ചി നോക്ക് ചേച്ചി, എന്താ പറ്റിയോ? അടിയിലെ കഴിഞ്ഞ ആഴ്ച വല്ല പട്ടി വല്ലതും കടിച്ചാൽ നോടി. ഇല്ല. എന്താ പേയുടെ ലക്ഷണം അയക്കണേ. പേടകുമ്പോൾ ഇങ്ങനെ കാണിക്കും. എന്താന്ന് അറിയില്ല, ഒരു മോതിരം വിഴുങ്ങിയില്ല ചേച്ചി. മോതിരം വിഴുങ്ങിയോ? എന്റെ അളിയ, ഈ സ്വർണം തിന്നാ കളർ വയ്ക്കുന്നൊക്കെ അളിയനോട് ആരാ പറഞ്ഞേ? വെറുതെ പറയണ അതൊക്കെ. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? ഇത് അവിടെ സൂക്ഷിക്കണ്ട, അവിടെ സൂക്ഷിക്കണ്ട. ഇവിടെ സ്ഥലമുണ്ട്, അവിടെ സൂക്ഷിച്ചു കൊണ്ടോണ്ട കേട്ടോ. കൊണ്ടോടത്തോളം മതി. വെള്ളം വല്ല കുടിക്കണോ? വെള്ളം അറിയാതെ ഞങ്ങളേ. ആ അതെ സാറേ, ഞാനേ അളിയന്റെ കല്യാണം കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞോളൂ. പെട്ടെന്ന് പോനെ എങ്ങനെയാ? ഞാൻ നാളെ നാളത്തെ കഴിഞ്ഞ് പണിക്ക് വരികയല്ല കേട്ടോ. 2 ദിവസം ഇല്ല. ഇപ്പൊ പോരും അവിടുന്ന്. അടുത്ത വണ്ടിക്ക് കയറി വിട്ടുപോരും. അല്ലെ ഞാൻ ഓട്ടോ പൈസ കൊടുത്ത് വിളിച്ച് ഓട്ടോയിൽ അങ്ങ് വിട്ടേക്കാം. ഓക്കെ? കട്ടും ചെയ്തോ? അല്ല, ഇവിടെ കൂടാൻ പോവാ ഈ 2 പേരുകളെ. എന്റെ കൊച്ചേ, എന്റെ പരിപാടിയാ. എന്റെ ആദ്യരാത്രിക്കുള്ള അതാ അവിടെ കയറി വിളിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോവാൻ. പെറ്റ് കിടക്കണ പട്ടിയുടെ മുമ്പിൽ ഇതിലും ധൈര്യമായിട്ട് ചെല്ലാം. പോവാ. ഞാനാണെങ്കിൽ പേടിച്ചും പോയെന്നേ. പിന്നെ ചേച്ചി ചേച്ചി ഒന്ന് വരാമോ ചേച്ചി? നേരിട്ട് നോക്കല്ലേ, ഷോക്കാവൂന്ന്. അതിനവിടെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നോക്ക്. ഇത് എന്നാ മനകളൊക്കെ കളിയായി കാണിക്കാൻ. ആദ്യരാത്രിയായിട്ട് ബെഡും പിരിച്ച് പൂ ഇട്ടിട്ട് നിങ്ങളെ നിലത്തിറങ്ങി കിടക്കുന്നത് വെളിവുകേടല്ലേ കാണിക്കണുള്ളൂ. അത് മനസ്സിലായി. എന്നാ ഇങ്ങനെയൊക്കെ കാണിക്കാം? എനിക്കറിയാൻ പാടില്ല. ഇതുപോലെ വെളിവുകേട്. നിങ്ങളെ നിങ്ങൾ ഓടിക്കരുത്. പിന്നെ കൊച്ചു വിളിച്ചപ്പോ ഞങ്ങൾ വിളിച്ചു കേട്ടില്ലേ ചേച്ചിന്ന്? ശരി ശരി, മൊത്തം കയ്യിൽ നിന്ന് പോയി നിൽക്കുക. എല്ലാ വിളിക്കും മാറില്ല കേട്ടോ. ഇനിയുള്ള വിളികൾക്കൊന്നും മാറില്ല.
അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ അന്ന് ആ കല്യാണത്തിന് പോകുമ്പോഴാ ആന്റീനെ അവസാനമായിട്ട് കാണുന്നത്. അതിനിപ്പോ ആന്റണി ഇല്ലപ്പോ കേവളല്ലേ. അശേ കോട്ടപ്പുറത്തെ ഓമനായിട്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവൻ എന്നാ വെളുകുകടാടി. ഓ അടുക്കള ചെന്നിട്ടേ ഉള്ള പാല് അതുകൊണ്ട് വന്നിട്ട് വാതിലടച്ചിട്ട് ഓ ചിരി കണ്ടില്ലേ ചേച്ചി എന്നാ അവളെ ഏട്ടനെ എന്നാന്ന് ഏട്ടനെ ഏട്ടൻ പറഞ്ഞ ഗ്ലാസ്സിൽ കൊണ്ടു ചെല്ലാൻ. അയ്യോ കുറച്ചു മുമ്പ് പറയാൻ പാടാണോ? ഒരു 1.5 ഉണ്ടായിരുന്നു. ആ മത്തായി ഒന്ന് അടിച്ചിട്ട് പോയി. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു കൊടുക്കാം, അവനൊരു ധൈര്യത്തിനായിരിക്കും. ശരിയാ. അതല്ല, ഗ്ലാസ്സിൽ പാല് കൊണ്ടു ചെല്ലാൻ. എടി കൊച്ചേ പാലെടുത്ത് കൊടുത്തിരി. അവ ഞാൻ എടുത്തരാം. ഇതൂടെ അങ്ങോട്ട് വെച്ചേ. ഉറക്കം വന്നിണ്ടായിരിക്കുമല്ലേ? ഇല്ല ചേച്ചി. 1 2 3 4 5 ചോദിച്ചു നോക്ക തരുമെങ്കിൽ വാങ്ങിക്കാനേ. എന്റെ കുഞ്ഞുമോളെ നീ ആ പെങ്കൊച്ചിന്റെ കയ്യൊന്നൊന്ന് വിട്, അത് പോട്ടെ. ചെല്ലുമോളെ. എന്നതാ എന്നെ പറയാനോ? ജാനുമായിട്ട് കിടക്കണ്ടായിരുന്നോ? അതെ കാണിക്കണ്ട. ആ പോവാ. ആ പെങ്ങടെ മോന്റെ കല്യാണമല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്റെ അമ്മാവാ, എന്റെ കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞ് ഈ വീണി എത്തിക്കണമെന്ന് കറങ്ങണ്ടെന്ന്. അല്ല പിന്നെ ചുമ്മാ മനുഷ്യ തെറ്റിക്കാൻ വേണ്ടി. ഏട്ടാ എന്നെ വിളിച്ചേ ഏട്ടാ, എന്നാ ആ ഗിഫ്റ്റ് ഒന്ന് എടുക്കൂ. ആ ഫോട്ടോ ഉള്ള ഗിഫ്റ്റ്. എന്റെ കല്യാണത്തിന് ഇതൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എന്തൊക്കെയാ ഫോട്ടോ, വീഡിയോ, സേവ് ദ ഡേറ്റ് വരെയായി. ആ ബെസ്റ്റ്. പച്ചപ്പാതിരാത്രിക്ക് ഇവൻ വന്ന് കൈയാട്ടി വിളിച്ചപ്പോ ആരോടും മിണ്ടാതെ ഉടുത്ത തുണിയാലെ ഇറങ്ങിപ്പോയ നിനക്ക് എവിടുന്നാടി കുഞ്ഞുമോളെ ഈ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ വരുന്നത്? ഇതേ ഇത് നമുക്ക് അവിടെയും തൂക്കിയാലോ? ഈ സമയത്തോ? ആ ഇപ്പൊ തൂക്കാം. ഇപ്പൊ ഫോട്ടോ തൂക്കേണ്ട സമയമല്ല. ഇപ്പൊ തൂക്കാന്നേ, എന്റെ ഒരു ആഗ്രഹല്ലേ. ഇവിടെ ആണും ചിറ്റി എഴുപ്പുണ്ടായിരുന്നു, ഈ കട്ടിലടിച്ചു വിട്ടാൽ മതി. അതോടെ ഇല്ല. ആ അടിമാലിലെ അമ്മാവനാണ് രാവിലെ ദക്ഷിണ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പിണങ്ങി അടക്കുക. നേരത്തെ കാലത്ത് മഞ്ഞല്ലാതെ ആരും കൊടുക്കാനാ? അങ്ങനെ വന്നാ തന്നെ അതിനെ വേണ്ടിട്ട്. അതെ ഇത് കല്ല് കട്ടയാക്കി വെച്ച് കൊണ്ടുണ്ട്, അതുകൊണ്ട് ആണി എല്ലായിടത്തും ഒന്നും കയറത്തില്ല. അത് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഇത് എന്നാ കളിയാ ഇത്? ആണി അടിച്ചാന്നേ. എന്നാ അല്ല ഷെറിന് ഒരേ നിർബന്ധം ഇപ്പൊ തന്നെ വേണമെന്ന്. അതോട്ടാ ഇടി നമ്മുടെ പിള്ളേരെ ചെവിയിൽ വല്ല പഞ്ഞി അടിച്ചു കയറ്റാ, അല്ലെങ്കിൽ അതുങ്ങൾ നാളെ വല്ല ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി ഇല്ലെന്ന്. ചോറ് എടുത്ത് നമുക്ക് ആ തൊഴുത്തിന്റെ അവിടെ പോയി തിന്നാം. അടിച്ചോ, പിടിക്ക്. എവിടെയാ? ഇവിടെ 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 ഈ ഭാഗത്ത് അടിച്ചോ, അവിടേക്ക് അല്ല. അങ്ങനെയല്ലേ? എന്നാ സൂക്ഷിച്ചടിക്കണ്ടേ?
അതെ രാവിലെ ഞാൻ അടിച്ചു ഞാൻ അടിച്ച് നോക്കി റെഡിയാക്കി തന്നാൽ പോരെ? ഓക്കെ ഓക്കെ. പെണ്ണാണ് തൽക്കാലം. വാ വാ വിളിക്കാം. രാജേഷേ രാജേഷേ അയ്യോ അതെ അത് വേറൊന്നുമല്ല. ഞങ്ങളിവിടെ ഒരു അപ്പുറത്താ കാർന്നോമാരൊന്നും കിടന്ന് ഉറങ്ങിയില്ല. പിള്ളേരൊക്കെ അവിടെ കിടന്ന് ഓടി കളിക്കാ. ആണി അടിച്ചതാ. നീ മനുഷ്യരെ കൊണ്ട് ഉറപ്പിക്കില്ലേ? ഫോട്ടോ തൂക്കാൻ നിങ്ങളിവിടെ എവിടെയെങ്കിലും നിന്നോട്ടെ. തെറ്റിദ്ധാരണയുടെ കൂമ്പാരം കേട്ടോ. ആ പാലക്കാട് നിന്ന് ഒന്ന് ആലോചന നടത്തി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒരു കാണാൻ കൊള്ളാവുന്ന പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തപ്പോ റൂമിൽ നിന്ന് ഇറങ്ങുന്ന മനുഷ്യരെ കൊണ്ട് ഉറപ്പിക്കാൻ നടക്കാം. ഇത് ചെയ്യുന്നു പറ. ഞാനേ പെണ്ണ് കണ്ട അന്ന് പോലെ കാത്തിരിക്കണം പ്ലീസ്. എനിക്ക് പേടിയേട്ടാ. അല്ല അങ്ങനെ പറയല്ലേ പ്ലീസ്. പേടിയായതുകൊണ്ടാ. എന്നാ പിന്നെ എന്നാണ്? അതെ നേരം എടുത്തു. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് എണീറ്റ് പോയിക്കേ.